നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭയിൽ പല ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ രസകരമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ പിന്നീട് വലിയ തർക്കത്തിലേക്ക് വഴിവെക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംഭവിച്ച കാര്യമാണ് ചർച്ചയാകുന്നത്. മന്ത്രി എം.പി. രാജേഷിന് പകരക്കാരനായി സ്പീക്കർ കസേരയിലെത്തിയ എൻ ഷംസീർ കഴിഞ്ഞ ദിവസം നേർക്കുനേർ ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ഇത് മന്ത്രി രാജേഷിനെതിരെ വടിയെടുക്കുന്നത് ഷംസീർ ആദ്യമായിട്ടല്ല. ഇതിനു മുൻപും പലതവണ സഭയിൽ ഇവർ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. സ്പീക്കറായിരുന്നപ്പോൾ രാജേഷും പലതവണ ഷംസീറിനെ ശാസിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിൽ സഭയിൽ നടക്കുന്ന വാക്പോര് പലപ്പോഴും ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ പോലും അമ്പരിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ സ്പീക്കറുടെ ശാസനകളിൽ മന്ത്രി എം.പി. രാജേഷ് കടുത്ത അതൃപ്തിയിലാണ്. സ്പീക്കറുടെ അനുവാദം കൂടാതെ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ എക്സൈസ് മന്ത്രി എം.പി. രാജേഷിനെ ശാസിച്ച സ്പീക്കർ എൻ ഷംസീർ നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ചാണ് സഭയിൽ പ്രവർത്തിച്ചത്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത്, അക്രമ സംഭവങ്ങൾ കൂടുന്നതും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്കിടെയായിരുന്നു സ്പീക്കറുടെ ഇടപെടൽ. മന്ത്രി സംസാരിക്കുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം ചോദിച്ചതും മന്ത്രി മറുപടി നൽകിയതും സ്പീക്കർക്ക് ഇഷ്ടമായില്ല. തിരുവഞ്ചൂരിന് ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം സ്പീക്കർ നിഷേധിച്ചില്ല. എന്നാൽ മറുപടിക്ക് ശേഷം ശാസനയും വന്നു. ഇതാണ് മന്ത്രി എം.പി. രാജേഷിനെ വേദനിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനെയും മന്ത്രി തന്റെ പരാതി അറിയിച്ചേക്കും. പരസ്പരമുള്ള ഷട്ടിൽ കളിയല്ല നിയമസഭയിലെ ചർച്ചയെന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ചർച്ചയ്ക്കിടെ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷ ചോദ്യം ഉന്നയിക്കുകയും മന്ത്രി മറുപടി പറയുകയും ചെയ്താൽ ഇനി മന്ത്രിക്കുൾപ്പെടെ മൈക്ക് നൽകില്ലെന്ന മുന്നറിയിപ്പ് നൽകി. ഇതോടെ മന്ത്രി രാജേഷ് ക്ഷമ പറഞ്ഞു. ക്ഷമയുടെ കാര്യമല്ല, ഇനി മുതൽ അനുസരിക്കണമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. അതേസമയം ലഹരിക്കെതിരെ പല പദ്ധതികൾ ഉണ്ടെങ്കിലും അതൊന്നും സ്കൂളുകളിൽ നടപ്പാക്കുന്നില്ലെന്ന പ്രതിഭ MLAയുടെ കുറ്റപ്പെടുത്തലും ശ്രദ്ധേയമായി. സ്പീക്കറായിരുന്ന M.P. രാജേഷ് മന്ത്രിയായ ഒഴിവിലാണ് ഷംസീർ സ്പീക്കറായത്. സ്പീക്കറായ ഷംസീർ മന്ത്രി രാജേഷിനെതിരെ വടിയെടുക്കുന്നത് ഇത് ആദ്യ തവണയല്ല. സ്പീക്കറായിരുന്നപ്പോൾ മന്ത്രി രാജേഷും പലതവണ ഷംസീറിനെ ശാസിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ഇനിയും ശാസനകൾ മന്ത്രി രാജേഷ് പ്രതീക്ഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് CPM നേതൃത്വത്തെ അടക്കം തന്റെ വേദന അറിയിക്കാനുള്ള രാജേഷിന്റെ നീക്കം. രാഷ്ട്രീയത്തിന് അതീതനാണ് സ്പീക്കർ. ഈ സാഹചര്യത്തിൽ സ്പീക്കർക്കെതിരെ CPM പരസ്യ നിലപാടുകളൊന്നും എടുക്കില്ല. എന്നാൽ അനൌദ്യോഗികമായി അതൃപ്തി സ്പീക്കറെ അറിയിക്കാനാണ് സാധ്യത. 2024 ജൂലൈ 5-നാണ് ആദ്യമായി നിയമസഭയിൽ രാജേഷിനെതിരെ ഷംസീർ തിരിഞ്ഞത്. പ്രതിപക്ഷത്തിന് പ്രസംഗിക്കാൻ കൂടുതൽ സമയം നൽകുന്നെന്ന് ആരോപിച്ചായിരുന്നു ഇത്. റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരത്തിന് 16 മിനിറ്റും 22 സെക്കൻഡ് സമയം അനുവദിച്ച സ്പീക്കറുടെ നടപടിയെയാണ് M.P. രാജേഷ് അന്ന് ചോദ്യം ചെയ്തത്. നിയമസഭയിലെ ഡിജിറ്റൽ ക്ലോക്കിന്റെ തകരാറിനെ തുടർന്നാണ് കൂടുതൽ സമയമെടുത്തതായി കാണിച്ചതെന്ന് സ്പീക്കർ വിശദീകരിച്ചു. സാധാരണ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുമ്പോൾ അനുവദിക്കുന്ന 10 മിനിറ്റ് മാത്രമേ നജീബ് കാന്തപുരത്തിനും നൽകിയിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ സമയക്രമം കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും തനിക്ക് മുന്നിലെ വാച്ചിൽ സമയം നോക്കുന്നുണ്ടെന്നും സ്പീക്കർ തിരിച്ചടിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ സ്പീക്കറായിരുന്നത് മന്ത്രി M.P. രാജേഷ് ആയിരുന്നു. അന്ന് സംസാരിക്കുന്നതിനിടെ 15 മിനിറ്റായി എന്ന് സ്പീക്കറായിരുന്ന M.P. രാജേഷ് ഓർമ്മിപ്പിച്ചതാണ് ഷംസീറിനെ ചൊടിപ്പിച്ചത്. അല്ല, അത് നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ല എന്നായിരുന്നു ഷംസീറിന്റെ മറുപടി. ഇതോടെ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചതെന്നും രാജേഷ് പറഞ്ഞു. പിന്നാലെ സ്പീക്കറെ ഷംസീർ ഉപദേശിച്ചു. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം, ഷംസീർ പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം ശബ്ദമുയർത്തി. ഉടൻ തന്നെ താൻ സ്പീക്കറെ ചോദ്യം ചെയ്തതല്ല എന്ന മറുപടിയുമായി ഷംസീർ ആ വിഷയം അവസാനിപ്പിച്ചു. 2022 ഡിസംബറിൽ സഭയിൽ മുൻ സ്പീക്കറായ രാജേഷിന് അതേ നാണയത്തിലായിരുന്നു ഷംസീറിന്റെ തിരിച്ചടി. മന്ത്രി M.P. രാജേഷിന്റെ പ്രസംഗം നീളുന്നുവെന്ന് ഓർമ്മപ്പെടുത്തിയ സ്പീക്കറുടെ ഇടപെടൽ സഭാംഗങ്ങളിൽ ചിരി പടർത്തി. കോവിഡ് കാലത്ത് ഷംസീർ മാസ്ക് ഇല്ലാതെ സഭയിൽ ഇരുന്നതിനെ സ്പീക്കറായിരുന്ന രാജേഷ് വിമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എൻ ഷംസീർ, അങ്ങ് തീരെ മാസ്ക് ഉപേക്ഷിച്ചതായാണ് കാണുന്നത്. ദൃശ്യങ്ങൾ വെബ്കാസ്റ്റ് ചെയ്യുന്നതാണ്. ടെലിവിഷനിലൂടെ ആളുകൾ കാണുമെന്നും ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു അന്ന് രാജേഷ് പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ മന്ത്രി P.A. മുഹമ്മദ് റിയാസും MLA ആയിരുന്ന ഷംസീറും ഏറ്റുമുട്ടിയിരുന്നു.
അന്ന് വിഷയത്തിൽ CPM ഇടപെട്ടു. ഷംസീറിന് ചില മുന്നറിയിപ്പ് നൽകി. MLA-മാർ കരാറുകാരെ കൂട്ടിക്കാണാൻ വരരുതെന്ന് റിയാസ് നിയമസഭയിൽ പറഞ്ഞതിനെ N. ഷംസീറാണ് പാർട്ടി യോഗത്തിൽ വിമർശിച്ചത്. ആരെയൊക്കെ കൂട്ടി കാണാൻ വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടതെന്നും ഷംസീർ തുറന്നടിച്ചു. വിമർശനത്തോട് മുഹമ്മദ് റിയാസ് യോഗത്തിൽ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യത്തിലായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശമാണ് ഷംസീറിനെ ചൊടിപ്പിച്ചത്. MLA-മാർക്ക് സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിന് മണ്ഡലത്തിലുള്ള പലരെയും കൂട്ടിവന്ന മന്ത്രിയെ കാണേണ്ടി വരും. ആരെയൊക്കെ കൂട്ടിവരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കുന്നതെന്നും ഷംസീർ പറഞ്ഞു. ഇത് CPM-ന് മുന്നിൽ പരാതിയായി എത്തുകയും ചെയ്തു. അന്ന് ഷംസീറിന് ചില നിർദ്ദേശങ്ങൾ തിരുത്തൽ മാതൃകയിൽ CPM നൽകുകയും ചെയ്തു. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ റിയാസിനെ മന്ത്രിയാക്കിയതിൽ ഷംസീറിന് അതൃപ്തിയുണ്ടായിരുന്നു. ഇത് പല ഘട്ടത്തിലും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലിലൂടെയാണ് ഷംസീറിന് സ്പീക്കർ സ്ഥാനം ലഭിച്ചത്. സ്പീക്കറായ ഷംസീറിന്റെ നിലപാടുകൾക്കെതിരെ ഭരണപക്ഷ MLA-മാർക്ക് തന്നെ പലപ്പോഴും എതിർപ്പുണ്ടായിരുന്നു. സഭയിൽ ഷംസീർ സ്വീകരിച്ച നിഷ്പക്ഷ നിലപാടുകളാണ് പലപ്പോഴും ഇതിന് വഴിയൊരുക്കിയത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ഒഴിവിലായിരുന്നു MP രാജേഷ് തദ്ദേശ എക്സൈസ് വകുപ്പുകൾ ഏറ്റെടുത്ത് മന്ത്രിസഭയിലേക്ക് എത്തിയത്. പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് കോടിയേരിയും പിണറായിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷംസീറിനെ പരിഗണിക്കണമെന്ന കാര്യം കോടിയേരി തുറന്നു പറയുന്നത്. ഇതോടെ സ്പീക്കറുടെ ഒഴിവിലേക്ക് ഷംസീറിനെ പരിഗണിക്കുകയായിരുന്നു.